എല്ലാവർക്കും ബയോമെക്കിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളുള്ളത് സേലം യെർക്കാഡിലാണ്. യെർക്കാഡിൻ്റെ അടിവാരത്താണ്. ഇവിടെ ഒരു 12,000 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് നമ്മളുള്ളത്. ഒരു സിവിൽ എഞ്ചിനീയർ ആണ് അദ്ദേഹം തന്നെയാണ് ഈ വീട് പണിതിട്ടുള്ളതും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ വീടിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ അത് എല്ലാം ഹോം ടൂറിൽ ഉൾപ്പെടുത്താൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യാത്തത്. പിന്നെ സേഫ്റ്റി ഇഷ്യൂസും ഉണ്ട്. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബയോമെക് 20L എന്ന് പറയുന്ന മോഡലാണ്. 7 കിലോ വേസ്റ്റും 13 ലിറ്റർ വെള്ളമാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഡെയിലി 2.5 മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ് കിട്ടും. ഏകദേശം ഒരു 9 സിലിണ്ടർ ഒരു വർഷത്തിൽ നമുക്ക് സേവ് ചെയ്യാം. 30 വർഷമാണ് നമ്മുടെ എല്ലാ മോഡൽസിൻ്റെയും വാറണ്ടി. ഇദ്ദേഹം വളരെയധികം റിന്യൂവബിൾ എനർജീനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ബയോഗ്യാസും സോളാറും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഈ ബയോഗ്യാസിനെ ആൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഓൾറെഡി ആൾക്ക് അവിടെ 2 പശുക്കളുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെപ്പോഴും ചാണകം കസ്റ്റമറുടെ റിസ്കിന് വിട്ടുകൊടുക്കാറില്ല. കാരണം ഈ ചാണകം സെലക്ട് ചെയ്യുന്നതിൽ ഒരു ക്വാളിറ്റി ഉണ്ട്. അത് മെത്തനേഷനെ ബാധിക്കുന്ന ഒരു പ്രക്രിയയാണ്. ചാണകം പൊട്ടയാണെങ്കിൽ, കെമിക്കൽ കണ്ടൻറ്റുള്ള ചാണകമാണെങ്കിൽ, പശുക്കളെ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള സമയത്തുള്ള ചാണകത്തിൽ ഒരു ആൻറ്റിബയോട്ടിക് നേച്ചർ ഉണ്ടാവും. അപ്പോൾ മീഥേൻ ബാക്ടീരിയയിൽ കുറവായിരിക്കും. അത് പ്ലാന്റിൻ്റെ വർക്കിങ്ങിനെ ഡിലേ ചെയ്യും. അതുകൊണ്ട് നമ്മൾ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് 95% നമ്മൾ 3 സ്ഥലത്തു നിന്നാണ് ചാണകം എടുക്കുന്നത്. അവിടുത്തെ ചാണകമാണെങ്കിൽ നമുക്ക് അത്രയും വിശ്വാസ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നത്. ഒരു 4-5 ദിവസം കൊണ്ട് പ്ലാന്റ് വർക്കിംഗ് ആരംഭിക്കും. സ്റ്റൗവിൽ നമുക്ക് ഗ്യാസ് കിട്ടും. ഗ്യാസ് പ്രൊഡക്ഷൻ കുറവായിരിക്കും. അതൊരു 1-1.5 മാസം കൊണ്ടാണ് അത് കയറി വരുന്നത്. ചില സാഹചര്യത്തിൽ നമുക്ക് കൗഡൻ ക്വാളിറ്റി കാരണം ചിലപ്പോൾ 26 ഡേയ്സ് വരേക്കും നീളാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കസ്റ്റമർ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഒരിക്കലും ഒരു പ്ലാന്റ് വെച്ച ഉടനെ ഗ്യാസ് വരില്ല. അത് കത്താനായിട്ടുള്ള ടൈമാണ് ഞാൻ പറഞ്ഞത്. മിനിമം 4 ദിവസമാണ്. ചിലപ്പോൾ 26 ദിവസം എടുക്കാം, ചിലപ്പോൾ 15 ദിവസം കൊണ്ട് കത്തും, ചിലപ്പോൾ 10 ദിവസം. അത് ഡിപ്പെൻസ്, കൗഡൻ ക്വാളിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ പ്ലാന്റിൽ നമ്മൾ വിടുന്ന വേസ്റ്റ് എല്ലാം ചെന്ന് പോകുന്നത് ഗ്രീൻ കളറിൽ കാണുന്ന ഡൈജസ്റ്ററിലേക്കാണ്. ഇതിൻ്റെ മുകളിൽ ഫ്ലോട്ടിങ് ചെയ്ത് കിടക്കുന്നതാണ് ഇതിലെ ഗ്യാസ് സ്റ്റോറേജ് ചെയ്യുന്ന ഡൂം. ഗ്യാസ് ഡൂം എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഈ 2 ചേംബറിൻ്റെയും നടുവിലൊരു ചേംബറുണ്ട്. അത് വാട്ടർ സീൽ എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഗ്യാസിനെ സീൽ ചെയ്ത് വെക്കുന്നതും അതേപോലെ തന്നെ സേഫ്റ്റി വാൾവായിട്ട് യൂസ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഇത് സീൽഡ് മോഡൽസായിട്ട് പുതിയതിറങ്ങുന്ന മോഡൽസിനൊന്നും ഈ സേഫ്റ്റി ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ഈ സേഫ്റ്റി വാൾവ് സിസ്റ്റം അതിനകത്തില്ല. ഗ്യാസ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു വേറെ ഡൂമും ഇതിനകത്തില്ല. ഇതിൽ ഈ സൈഡിലെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. മോസ്കിറ്റോസ്, അതായത് കൊതുക്, അതിൻ്റെ ലാവ ഇതിനകത്ത് വരുമോ എന്നുള്ളത്. 90% പ്ലാന്റുകളിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ല നിലവിൽ. ഇനി 10% നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിൽ അതിന് സൊല്യൂഷൻസ് നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ ഡെറ്റോള് അല്ലെങ്കിൽ ഹാർപ്പിക്ക് അല്ലെങ്കിൽ അതേപോലെ തന്നെ കെറസിൻ once in 6 months ടോപ്പപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു ഫുള്ളായിട്ടൊരു മോസ്കിറ്റോ നെറ്റ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് മാർക്കറ്റിൽ റൂമർ പോലെ നടക്കുന്നത്. അതുകൊണ്ട് വേറെ ദോഷവശങ്ങളൊന്നും പ്ലാന്റിനില്ല. പ്ലാന്റിൻ്റെ എഫിഷ്യൻസിനെയും ബാധിക്കുന്ന ഒരു വിഷയമേ അല്ലാതെ. അതിന് നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. ഇടുന്ന വേസ്റ്റ് എപ്പോഴും നമ്മൾ ഫോഴ്സിൽ വേണം ഇൻലെറ്റിലൂടെ പാസ് ചെയ്യാനായിട്ട്. ഇൻലെറ്റിലൂടെ ഫീഡ് ചെയ്യുന്നത് കുറച്ച് ഫോഴ്സിൽ ഒഴിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വേസ്റ്റ് ഫുള്ളായിട്ട് ഇറങ്ങിപ്പോകും. അല്ലെങ്കിൽ വെള്ളം മാത്രമാണ് ഡ്രെയിൻ ഔട്ടായി പോകുന്നത്. നമ്മൾ എത്രയാണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത്ര തന്നെ ഔട്ട്പുട്ട് പുറത്തോട്ട് വരും. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോസസ് ഗ്യാസ് ഡൂം ഇൻസർഷൻ ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ വെയിറ്റ് ലോഡ് ചെയ്യും. ഈ പ്രഷർ വെയിറ്റ് അദ്ദേഹം ഒരു ഗ്രാനൈറ്റ് ടോപ്പാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ലിങ്കും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ 2ൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഓൾ ഇന്ത്യ പ്ലാന്റുകൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓൾ ഇന്ത്യ ബേസിസിൽ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും
അടുത്തൊരു വീഡിയോ മെയിൻ്റനൻസ് വീഡിയോ ആണ്. ആ മെയിൻ്റനൻസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.